ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു? സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡുകളായിരുന്നു ടെക്നിക്കൽ അനാലിസിസും പിന്നെ ഫണ്ടമെന്റൽ അനാലിസിസും. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, ടെക്നിക്കൽ ചാർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡുകൾ എടുക്കാം, എന്താണ് കാൻഡിൽസ്റ്റിക്സ് ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാൻ, കേൾക്കാത്ത ആളുകൾക്ക്. അതിന്റെ വോയിസ് ക്ലിയർ ചെയ്യും? വോയിസ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ട് കാണുന്നുണ്ടല്ലോ. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ടിൽ ഈ കാണിക്കുന്ന ഓരോ ഗ്രീനും റെഡും കാണിക്കുന്ന ഓരോ ക്യാൻഡിൽസുകൾ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്യാൻഡിൽസ്റ്റിക്കുകൾ എന്താന്ന് നോക്കാം. നമുക്ക് ഈ കാണിക്കുന്ന ക്യാൻഡിൽസ്റ്റിക്കുകൾ ഉണ്ടല്ലോ, അതായത് ഈ ഗ്രീൻ കളറും റെഡ് കളറും കാണിക്കുന്നുണ്ടല്ലോ, ഈ കാണിക്കുന്ന ഓരോ ക്യാൻഡിലുകളും ഓരോ ടൈം ഫ്രെയിമിലുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് 1 മിനിറ്റിലും 2 മിനിറ്റിലും ഇവിടെ നോക്കി കാണാൻ സാധിക്കും. നമുക്ക് ഈ കാണിക്കുന്ന ഓരോ ടൈം ഫ്രെയിമുകളും, ഈ ഓരോ ടൈം ഫ്രെയിമിലും ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺസ്. ഓരോ ക്യാൻഡിലുകളും ഈ ടൈം ഫ്രെയിമിലുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റിലുള്ള ഓരോ ക്യാൻഡിലുകളോട് വരും. ഈ ഓരോ ക്യാൻഡിൽ എന്താ സൂചിപ്പിക്കുന്നത്? ആ ഓരോ മിനിറ്റിലെയും ആ സ്റ്റോക്കിന്റെ പ്രൈസിന്റെ മൂവ്മെന്റുകളാണ്. 5 മിനിറ്റ് എടുക്കുകയാണെങ്കിലോ ആ 5 മിനിറ്റിലെ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ് ഈ 5 മിനിറ്റ് ക്യാൻഡിലോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലോടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിമിലെ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാൻഡിൽസ്റ്റിക് ക്യാൻഡിലുകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 ക്യാൻഡിൽ കാണാം, ഒന്ന് ബുള്ളിഷും ഒന്ന് ബെയറിഷും. ബുള്ളിഷ് എന്താണെന്നും ബെയറിഷ് എന്താണെന്നും ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബുള്ളിഷ് എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ പ്രൈസിന്റെ അപ്പ് സൈഡ് മൂവ്മെന്റിന്റെയും ബെയറിഷ് എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ ഡൗൺ സൈഡ് മൂവ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ എന്താന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസിന്റെ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും, ഈ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിലും ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും ഇവിടെ 4 ലെവലുകൾ കൊടുത്തിട്ടുണ്ട്. ഹൈ, ക്ലോസ്, ഓപ്പൺ, ലോ. ഈ ഓപ്പണും ഹൈയും ലോയും ക്ലോസും മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞത് എന്തായിരുന്നു. അപ്പൊ നമുക്ക് ഈ ക്യാൻഡിലുകളിൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിലും ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ലോ എന്നൊരു പോയിന്റ് കണ്ടോ, ലോ. ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ട്രേഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലോ റേറ്റ് ആണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലേക്ക് വരുമ്പോ ഇവിടെ നമുക്ക് 1 ഡേ എടുക്കാം. 1 ഡേ എടുക്കുമ്പോ ഈ ഓരോ ക്യാൻഡിലുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ ഓരോ ദിവസത്തെയും പ്രൈസ് മൂവ്മെന്റ് ആണ് ഈ ഓരോ ക്യാൻഡിലുകളിലും സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. അപ്പൊ ഈ ക്യാൻഡിൽസുകൾ ഇവിടേക്ക് വരുമ്പോ ഇവിടെ നമ്മൾ ലോ കണ്ടല്ലോ, ലോ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ആയിട്ടുള്ള ഏറ്റവും ലോ റേറ്റ് ആണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും സെയിം ആണ്. നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക, ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ഈ ലോ എന്ന് പറയുന്ന പോയിന്റ് സെയിം ആയിരിക്കും. കാരണം എന്താണ്? ആ ഒരു സ്റ്റോക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ ട്രേഡ് ആയിട്ടുള്ള ഏറ്റവും ലോ റേറ്റ് ആണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ നമുക്ക് ഷെയർ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ടാറ്റ മോട്ടോഴ്സിൽ ഫെബ്രുവരി 14 ഇവിടെ ലോ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണിക്കുന്ന ലെവലാണ് ആ ഫെബ്രുവരി 14 ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലോ റേറ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതും ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും ലോ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഹൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ആ ഒരു ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസം ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹൈ റേറ്റ് ആണ് ഈ ഹൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലോ റേറ്റ് ആണ്. ഹൈ എന്ന് പറയുമ്പോഴോ ആ ഒരു ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹൈ പ്രൈസ് ആണ് ഈ ഹൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈ ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഒരു ടൈം ഫ്രെയിമിലാണ്, ഒരു ടൈം ഫ്രെയിമിലെ സ്റ്റോക്കിന്റെ പ്രൈസുകളാണ് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ, ഇവിടെ ബെയറിഷ് ക്യാൻഡിൽ. പക്ഷെ ലോ എന്ന് പറയുന്നതും ഹൈ എന്ന് പറയുന്നതും ഇവിടെ സെയിം ആണ്. ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ലോ എന്ന് പറയുന്നതും ഹൈ എന്ന് പറയുന്നതും സെയിം ആണ്. ഈ ലോ ഹൈ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ? എന്റെ സൗണ്ടിന്റെ പ്രോബ്ലം ഇതിന് റെഡി ആയിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നിർത്തി 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 സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ക്ഷമിക്കുക. ഓക്കെ. അപ്പൊ ഈ ഹൈ എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്ക് ട്രേഡ് ആയിട്ടുള്ള ഏറ്റവും ലോ റേറ്റ് ആണ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ എന്ന് പറയുന്നത് ഹൈ റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് പിന്നീട് കാണിക്കുന്ന ഓപ്ഷൻ ആണ് ക്ലോസ് ഓപ്പൺ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്. ബെയറിഷ് ക്യാൻഡിലേക്ക് വരുമ്പോൾ ഓപ്പൺ ഇവിടെ വരുന്നത്, മുകളിലാണ് വരുന്നത്. ക്ലോസ് എന്ന് പറയുന്നത് താഴെ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്കിന്റെ അപ്സൈഡ് മൂവ്മെന്റ് ആണ്. സ്റ്റോക്കിന്റെ പ്രൈസ് ഉയരുന്നതിനെയാണ് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ സോറി. ഈ ഓപ്പൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓപ്പൺ എന്താ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നല്ലോ. ഇവിടെ ഒക്കെ ഒരു ക്യാൻഡിൽ ഓപ്പൺ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോ, അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആയിട്ടുള്ള റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഓപ്പൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബുള്ളിഷ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് താഴെ കൊടുക്കാൻ കാരണം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ബുള്ളിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോയത് കൊണ്ടാണല്ലോ ബുള്ളിഷ് എന്ന് പറയുന്നത്. താഴെ ഓപ്പൺ ആയി മുകളിലേക്ക് പോകണല്ലോ. സ്റ്റോക്കിന്റെ പ്രൈസ് അപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുള്ളിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് മുകളിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ താഴെ വരുന്നത്. ക്ലോസ് എന്ന് പറയുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് ഈ ഒരു ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ വരെ താഴേക്ക് പോയിട്ടുണ്ട്, ഇവിടെ വരെ മുകളിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലോസ് ആയിട്ടുള്ളത് ഈ ഒരു റേറ്റിലാണ്. അതാണ് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പണും ലോയും ഹൈയും ക്ലോസും ആണ് ഓരോ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലുകളിലും കാണിച്ചു തരുന്നത്. ഈ സ്റ്റോക്ക് ഓപ്പൺ ആയിട്ടുള്ളത് എവിടെയാണ്, ക്ലോസ് ആയിട്ടുള്ളത് എവിടെയാണ്. ഇത്ര വരെ മുകളിലേക്കും പോയിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു ലെവൽ വരെ താഴേക്കും ആ ഒരു ടൈം ഫ്രെയിമിൽ, അല്ലെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ ആ ഒരു 5 മിനിറ്റിൽ, 10 മിനിറ്റ് ആണെങ്കിൽ ആ ഒരു 10 മിനിറ്റിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു ലെവൽ വരെ പോയിരുന്നു എന്നാണ് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ബുള്ളിഷ് എന്തുകൊണ്ടാണ് താഴത്ത് ഓപ്പൺ ആയത് മനസ്സിലായോ? ഇവിടെ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയാലാണ് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയാ. അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വരെ മുകളിലേക്ക് പോയിരുന്നു. പക്ഷെ ആ ഒരു ടൈം ഫ്രെയിമിൽ സ്റ്റോക്കിന്റെ പ്രൈസ് ക്ലോസ് ചെയ്തത് ഈ കാണിക്കുന്ന ക്ലോസ് എന്നുള്ള റേറ്റിലാണ്. ക്ലിയർ ആണോ നമുക്ക്? ഞാൻ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ എക്സാമ്പിളെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഓപ്പൺ എന്തുകൊണ്ടാണ് താഴത്ത് വരുന്നത്, എന്തുകൊണ്ടാണ് ക്ലോസ് മുകളിൽ വരുന്നത് ബുള്ളിഷ് ക്യാൻഡിലെ കേസിൽ എന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ചാലും മതി. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഈ ക്യാൻഡിലോട് ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കാൻ കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്റെ സൗണ്ടിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് കുറച്ചായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബെയറിഷിന്റെ കേസിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ബെയറിഷ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നതിനാണ് നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ബെയറിഷ് ക്യാൻഡിൽ സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ആവുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഈ ഒരു റേഞ്ചിലാണ് സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ആവുന്നത്. ക്ലോസ് ആവുന്നത് ഈ ഒരു റേഞ്ചിൽ. കാരണം എന്താണ്? മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് പോയാൽ മാത്രമാണ് നമ്മൾ ബെയറിഷ് എന്ന് പറയുന്നത്. ബെയറിഷ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഈ റേഞ്ചിലാണ്. അത് ഇവിടെ വരെ താഴേക്ക് പോയിട്ടുണ്ട്, ഇവിടെ വരെ മുകളിലേക്കും പോയിരുന്നു. പക്ഷെ അത് ക്ലോസ് ആയിട്ടുള്ളത് ഈ റേഞ്ചിലാണ്. ഇവിടെ ഓപ്പൺ ചെയ്തു, താഴേക്ക് പോയി. അതുകൊണ്ട് ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പൊ ഇവിടെ ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെവൽ വരെ താഴേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് പോയിരുന്നു, അതുപോലെ തന്നെ ഇവിടെ വരെ മുകളിലേക്കും പോയിരുന്നു. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ റേഞ്ചിലാണ്. അതുകൊണ്ടാണ് അതിനെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ
ഒരു ടൈം ഫ്രെയിമിലെ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ് ബെയറിഷ് ക്യാൻഡിൽ കൊണ്ടും സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് ക്യാൻഡിലുകളും ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റുകളാണ്, സ്റ്റോക്കിന്റെ വിലയിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ഒരു ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത് ഓരോ ടൈം ഫ്രെയിമിലെയും. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈവ് മാർക്കറ്റിലെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ 1 ഡേ ടൈം ഫ്രെയിം എടുക്കാം, ഒരു ദിവസത്തെ ടൈം ഫ്രെയിം എടുക്കാം. നമുക്ക് എത്ര നേരത്തെ ടൈം ഫ്രെയിം വേണമെങ്കിലും നോക്കാം. ഇവിടെ കാണുന്ന പോലെ നമുക്ക് 1 മിനിറ്റ് നോക്കാം, 2 മിനിറ്റ് നോക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് 1 ഡേ എക്സാമ്പിൾ നോക്കാം. ഈ 1 ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓരോ ദിവസത്തെയും ടാറ്റ മോട്ടോഴ്സിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. ഈ ചാർട്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഓരോ ദിവസത്തെയും ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിൽ വരുന്ന മാറ്റങ്ങളാണ്, ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റുകളാണ് ഈ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. ഇവിടെ ഒരു നീ കാണിക്കുന്ന നമുക്ക് ഇന്നത്തെ ക്യാൻഡിൽ നോക്കാം, ഇന്നത്തെ 5 മിനിറ്റ് നോക്കാം. ഇവിടെ കൊടുത്തിരുന്ന 11 മണിയുടെ ഈ 5 മിനിറ്റ് ക്യാൻഡിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്ന 10:55 റെഡ് ക്യാൻഡിൽ, ഈ രണ്ട് ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് 5 മിനിറ്റ് ക്യാൻഡിലാണ് ഉദ്ദേശിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ 5 മിനിറ്റ് ചാർട്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 10:55 ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ 10:55 ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴാണ്, ഓപ്പൺ ആയത് 10:55 അത് ക്ലോസ് ചെയ്തത് 11 മണിക്കും. അത് ക്ലോസ് ആയതിനു ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് 11 മണിക്ക്. അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പൊ നമുക്ക് ഈ ക്യാൻഡിലുകളിൽ വന്ന പ്രൈസ് മൂവ്മെന്റ് നമുക്ക് നോക്കാം. ഞാൻ ഈ ക്യാൻഡിലിന്റെ തൊട്ട് നേരെ വന്ന് മൗസ് പോയിന്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മുകളിൽ നിങ്ങൾക്ക് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് കാണുന്നുണ്ടല്ലോ. ഇവിടെ സെല്ലിന്റെ മുകളിലായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ കാണാം, ഹൈ കാണാം, ലോ കാണാം, ക്ലോസ് കാണാം. അപ്പൊ ഞാൻ ഈ ക്യാൻഡിലിന്റെ നേരെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാൻ ഈ പറയുന്ന പ്രൈസുകൾ നിങ്ങൾ മുകളിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഈ റെഡ് ക്യാൻഡിൽ 10:55 ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ മൗസ് പോയിന്റ് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ എത്രയും കാണുന്നത് 930.3. ഹൈയോ 939.3 ഓപ്പൺ, 939.4 ഹൈ, 937.2 വരെ താഴേക്കും പോയിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഏതാണ്? 937.55. ആ ഒരു ടൈം ഫ്രെയിമിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ പ്രൈസിൽ 1.75 രൂപ ഡൗൺ ആയിട്ടുണ്ട്. അതാണ് ഈ ഒരു ടൈം ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് ഇത് ബെയറിഷ് ക്യാൻഡിലാണല്ലോ, താഴേക്കാണല്ലോ സ്റ്റോക്കിന്റെ പ്രൈസ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലെവലിലാണ് സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈം ഫ്രെയിമിൽ 10:55 ക്യാൻഡിൽ ഫോം ചെയ്തപ്പോ ഈ ഒരു റേഞ്ചിൽ 939.3 എന്ന് പറയുന്ന ഈ ലെവലിലാണ് സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഒരു ടൈം ഫ്രെയിമിൽ തൊട്ട് മുകളിൽ 939.4 വരെ, ഇവിടെ വരെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിരുന്നു. അതായത് 939.3 ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 939.4 വരെ മുകളിലേക്ക് പോയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ 937.2 വരെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്കും പോയിരുന്നു. ഇവിടെ കാണാൻ സാധിക്കും 937.2 വരെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്കും പോയിരുന്നു. പക്ഷെ താഴേക്ക് പോയിരുന്നെങ്കിൽ പോലും ആ സ്റ്റോക്കിന്റെ പ്രൈസ് പിന്നീടും വീണ്ടും മുകളിലേക്ക് കയറി. എവിടെയാണ് ക്ലോസ് ആയിട്ടുള്ളത്? 937.55 ആ ഒരു ടൈം ഫ്രെയിമിൽ, അതായത് 10:55 ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞപ്പോ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ള ഏത് റേറ്റിനാ? 937.55 കൂടെ കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ആ ഒരു ബെയറിഷ് ക്യാൻഡിലോട് ഉദ്ദേശിക്കുന്നതാണ്. ഈ ക്യാൻഡിൽ നേരെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞ എല്ലാം കാണാൻ സാധിക്കും. തൊട്ട് മുകളിൽ സെല്ലിന്റെ മുകളിൽ നമുക്ക് ഓപ്പൺ കാണാം, ഹൈ കാണാം, ലോ കാണാം, ക്ലോസ് കാണാം. ഈ 4 ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ ടൈം ഫ്രെയിം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ടൈം ഈ ക്യാൻഡിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ടൈമിലെയും സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റുകളാണ് ഈ ഒരു ക്യാൻഡിലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്ത് അതായത് 937.55 സ്റ്റോക്കിന്റെ പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിൽ 11 മണിയുടെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുള്ളത് എവിടെയാണ്? തൊട്ട് മുകളിൽ 937.
6.5 സ്റ്റോക്കിന്റെ പ്രൈസ് നെക്സ്റ്റ് ടൈം ഫ്രെയിമിൽ ആയപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് ഇവിടെ ക്ലോസ് ചെയ്ത സ്റ്റോക്കിന്റെ പ്രൈസ്, അതായത് ക്യാൻഡിൽ പുതിയ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയിട്ടുള്ളത് എവിടെയാണ്? 937.65 അവിടെയാണ് ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ആയിട്ടുള്ളത് ആ ഒരു ടൈം ഫ്രെയിമിൽ. അതൊന്നും അതിനുശേഷം ഓപ്പൺ ആയ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ 937.15 വരെ താഴേക്ക് പോയിരുന്നു കാണാൻ സാധിക്കും. ഇവിടെ ഓപ്പൺ ആയ സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വരെ താഴേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 939.45 വരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു ലെവൽ വരെ മുകളിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ 939.00 ആ ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ബെയറിഷ് ക്യാൻഡിൽ എന്താണ്, ബുള്ളിഷ് ക്യാൻഡിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബെയറിഷ് ക്യാൻഡിൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് ചൂസ് ചെയ്യുന്നത്, ആ ഒരു ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ട്രേഡഡ് ആയിട്ടുള്ള ലെവലുകൾ, അത് ഓപ്പൺ ആയിട്ടുള്ള ലെവൽ, ആ ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ ഓരോ ക്യാൻഡിലുകളും. ഇത് 5 മിനിറ്റ് ക്യാൻഡിലാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ 5 മിനിറ്റിലെയും ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിലെ പ്രൈസ് മൂവ്മെന്റുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചോദിക്കാവുന്നതാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓരോ ടൈം ഫ്രെയിമിലെയും സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റുകളാണ് ഈ ഓരോ ക്യാൻഡിലുകളും. ഈ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആർക്കും സംശയമില്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സംശയം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഈ അപ്പൊ ക്യാൻഡിൽസ്റ്റിക്കുകൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? ഓരോ ടൈം ഫ്രെയിമിലെയും സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റുകളെയാണ് ഓരോ ക്യാൻഡിലുകളും ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിലും ഉണ്ട്, ബെയറിഷ് ക്യാൻഡിലും ഉണ്ട്. ഈ ഇമേജ് വേണ്ടവർ ചോദിച്ചാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അയച്ചു തരാം. ഈ ഇമേജ് ഇതാണ് ബുള്ളിഷ് ക്യാൻഡിലും ബെയറിഷ് ക്യാൻഡിലും ഉദ്ദേശിക്കുന്നത്. അതായത് ലോയും ഹൈയും രണ്ട് ക്യാൻഡിലിന്റെ സെയിം ആണ്, സെയിം റേഞ്ചിലാണ് വരുന്നത്. ഹൈ എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നതും രണ്ട് ടൈം ഫ്രെയിമിലും സെയിം, രണ്ട് ക്യാൻഡിലുകളിലും സെയിം ആണ്. ബുള്ളിഷ് ക്യാൻഡിലാകുമ്പോൾ ഓപ്പൺ, ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. ബുള്ളിഷ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ, താഴെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലായിരിക്കും അതിന്റെ ക്ലോസിംഗ് വരിക. ബെയറിഷ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, താഴേക്ക് പോകുന്നതിനാണല്ലോ നമ്മൾ ബെയറിഷ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് ബെയറിഷ് ക്യാൻഡിൽ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് മുകളിലും ക്ലോസ് എന്ന് പറയുന്നത് താഴെയും ആയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ടിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ ചാർട്ട് പാറ്റേണുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്, ഈ ക്യാൻഡൽസ്റ്റിക് ചാർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് പല രീതിയിലുള്ള ടെക്നിക്കൽ ടൂളുകൾ യൂസ് ചെയ്യും, പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്യും, പല രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യും. ഈ കാണിക്കുന്ന ടൂളുകളും അതുപോലെ തന്നെ പല ഇൻഡിക്കേറ്റേഴ്സും എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല രീതിയിലും ട്രേഡുകൾ എടുക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ഇങ്ങനെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് മേജർ ആയിട്ട് വരുന്ന രണ്ട് ടൂളുകൾ, അതായത് മേജർ ആയിട്ട് വരുന്ന പ്രൈസ് ആക്ഷൻ ടൂളുകളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ് എങ്ങനെയാണെങ്കിലും ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഘടകം. സപ്പോർട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കിക്കൊണ്ട് നമുക്ക് ട്രേഡുകൾ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ സപ്പോർട്ട് എന്താണെന്നും റെസിസ്റ്റൻസ് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 1 ഡേയിലാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എക്സാമ്പിൾ അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമ്മൾ ഈ ചാർട്ടുകൾ നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂള് നമുക്ക് കാണിച്ചു തരും. നമ്മൾ പല രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ ടൂളുകൾ ഉണ്ട്, നമ്മൾ അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്താന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, രണ്ട് ലൈൻ ഞാൻ വരച്ച കാണുന്നുണ്ടല്ലോ. ഈ ലൈൻ എങ്ങനെ വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ മൗസ് പോയിന്റ് താഴെ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈനുകൾ സെലക്ട് ചെയ്യാൻ. ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ ലൈനാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇവിടെ കൊണ്ട് നോക്കുക, ആ ലൈനാണ് വരുന്നത്. നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും എന്താണെന്നുള്ളത് നോക്കാം.
ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. താഴെയാണ് സപ്പോർട്ട് വരുന്നത്, റെസിസ്റ്റൻസ് വരുന്നത് എവിടെയാണ്? മുകളിൽ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് താഴെ ഞാൻ പറഞ്ഞു, റെസിസ്റ്റൻസ് എന്താ മുകളിൽ. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ താങ്ങ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു താങ്ങ് ആ ഒരു ലെവലിലുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധം, ആ ഒരു റേഞ്ചിൽ ഒരു പ്രതിരോധം ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു തന്നാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് നമ്മൾ പഠിച്ചാലേ നമുക്ക്, ഇത് പഠിച്ചെടുത്താൽ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനുള്ള മെത്തഡൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ സപ്പോർട്ട് വരയ്ക്കാനുള്ള കാരണം എന്താ പറഞ്ഞുതരാം. ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്, ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു ലൈനിൽ ഈ ലെവലിൽ വന്നു തിരിച്ചു കയറി, വീണ്ടും ഈ ഒരു ലെവൽ വരെ വന്നു തിരിച്ചു കയറി, വീണ്ടും ഈ ലെവൽ വരെ വന്നു തിരിച്ചു കയറി. അപ്പൊ ഇവിടെ ഒരു വട്ടം ഈ ഇങ്ങനെ വന്നു തിരിച്ചു കയറി, രണ്ടാമത്തെ തവണ ഇവിടെ വരുമ്പോ വീണ്ടും തിരിച്ചു കയറി, അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ ഇവിടെ വരുമ്പോ ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഒന്നെങ്കിലും എക്സ്പെക്ട് ചെയ്യും ഈ ഒരു ലെവൽ വരെ വന്നുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ പോവാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു സപ്പോർട്ട് ഞാൻ വരച്ചു, സപ്പോർട്ട് ലെവൽ ഇവിടെ ഞാൻ വരച്ചു. അതുകൊണ്ട് എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എപ്പോഴൊക്കെ ഈ ലെവലിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ എന്താവും? തിരിച്ച് മുകളിലേക്ക് പോവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഇവിടെ വന്നു, അങ്ങനെ 3-4 തവണ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 4 തവണയെ കാണാൻ സാധിക്കുള്ളൂ. ഇത് സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ 4-5 ദിവസങ്ങളിൽ ഇങ്ങനെ ഇവിടെ തന്നെ 2-3 ദിവസങ്ങൾ സംഭവിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു ലെവൽ വരെ താഴേക്ക് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വരെ താഴേക്ക് വന്നു തിരിച്ചു കയറി, ഇവിടെ വരെ താഴേക്ക് വന്നു തിരിച്ചു കയറി. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ആണ് ചെയ്യുന്നത്. അങ്ങനെ ലെവലൊന്നും എവിടെയും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ലെവലല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റഡി നടത്തിക്കൊണ്ട് അവിടെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും, അല്ലെ രണ്ട് രീതിയിൽ ഇവിടെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ടീം എന്ന് പറയുന്നത്, അത് ബയേഴ്സ് എന്താ ചിന്തിക്കുന്നത്, പുള്ളുകൾ എന്താ ചിന്തിക്കുന്നത്, പുള്ളുകൾ ബയേഴ്സ് നമ്മൾ പുള്ളുകൾ എന്നും കൂടി പറയാം. ബയേഴ്സ് ഇവിടെ എത്തുമ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ ഒരു സ്റ്റോക്കിന് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അപ്പൊ എന്താണ്, ഈ ഒരു സപ്പോർട്ടിലേക്ക് വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് സപ്പോർട്ടിൽ തട്ടി സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബയേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്, ബുള്ളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? സ്റ്റോക്കിന്റെ പ്രൈസ് 2 തവണ സപ്പോർട്ട് എടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് ശേഷമുള്ള നോക്കണ്ട, ഈ 2 തവണ ഉള്ളത് നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇവിടെ ഇത് കണ്ടു, അപ്പൊ നമ്മൾ സപ്പോർട്ട് വരച്ചു. 3-ാമത്തെ തവണ സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്തു? സപ്പോർട്ടിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോ ബയേഴ്സ് എന്താ ചെയ്യുന്നത്? ബയേഴ്സ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? സ്റ്റോക്കിന്റെ പ്രൈസിൽ അവിടെ സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാം എന്ന് കരുതിക്കൊണ്ട് നമ്മളിവിടെ ബൈ ചെയ്യുന്നു. നമ്മളെ പോലെ തന്നെ ഒരുപാട് ബയേഴ്സ് ഉണ്ടായിരിക്കും, ഇതുപോലെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുപാട് ആളുകൾ ബൈ ചെയ്യുന്നു. അങ്ങനെ ബൈ ചെയ്യുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് കയറി പോകുന്നു. സെല്ലേഴ്സ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? സെല്ലേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോവാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് താഴേക്ക് കുത്താം എന്നാണ് സെല്ലേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ഇവിടെ വരുമ്പോ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യും, അല്ലെ അവിടെ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ അവര് സെല്ല് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, ബയേഴ്സ് എന്ത് ചെയ്യുന്നത്? ബയേഴ്സ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാം എന്നാണ് ബയേഴ്സ് ഉദ്ദേശിക്കുന്നത്. സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്? സെല്ലേഴ്സ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വന്നാൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോവാം എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സെല്ലേഴ്സ് സെല്ലടിക്കും, ബയേഴ്സ് എന്ത് ചെയ്യും? ബൈ അടിക്കും. അങ്ങനെ സെല്ലേഴ്സ് സെല്ലിങ്ങും ബയേഴ്സ് ബൈയിങ്ങും ചെയ്യുന്നു. ഇതില് ബയേഴ്സ് വിജയിച്ചു, അതായത് ബൈയിങ് കൂടുതൽ നടന്നുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് എന്താ സംഭവിച്ചു? മുകളിലേക്ക് കയറിപ്പോയി. ബൈയിങ് ആണ് കൂടുതൽ, ഡിമാൻഡ് സ്റ്റോക്കിനോട് വന്നു, കൂടുതൽ ബൈയിങ് വന്നു. അപ്പൊ എന്ത് ചെയ്തു? സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, വീണ്ടും 4-ാമത്തെ തവണ സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വരെ താഴേക്ക് വന്നു. ബയേഴ്സ് എന്ത് ചെയ്യും? സ്റ്റോക്കിന്റെ പ്രൈസ് താഴെ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഇല്ല എന്ന് കരുതി ബൈ ചെയ്യുന്നു. സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. വീണ്ടും ബൈയിങ് നടന്ന സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയി. പക്ഷെ ഇവിടെ വീണ്ടും സെല്ലിംഗ് പ്രൈസ് വന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നു. പക്ഷെ വീണ്ടും ഈ ഒരു ലെവൽ വരെ വന്ന സ്റ്റോക്ക് ആ ലെവൽ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറി. അതായത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബയേഴ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോക്കുകൾ മാക്സിമം ബൈ ചെയ്യുന്നു. സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോക്കുകൾ ബ്രേക്ക് ചെയ്ത് പോകാൻ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതിയിട്ട് സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുന്നു. പക്ഷെ ഇവിടെ കൂടുതൽ ബൈയിങ് നടന്നതുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടില്ല. ഇവിടെ വരുമ്പോ ഈ ലെവൽ വരുമ്പോൾ ബയേഴ്സ് ബൈ ചെയ്യുന്നതുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി.
അപ്പൊ നമ്മളിവിടെ 3 തവണ സപ്പോർട്ട് കണ്ടു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. 4-മത്തെ തവണ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ ലെവലിൽ എത്തുമ്പോൾ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ ബൈ ചെയ്തെന്ന് സംഭവിച്ചേ സ്റ്റോക്കിന്റെ പ്രൈസ് സംഭവിച്ചാൽ മുകളിലേക്ക് കയറിപ്പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടില്ല. അപ്പൊ നമ്മൾ വാങ്ങിയതിന്റെ താഴേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് പോയിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മളിവിടെ ബൈ ചെയ്തിരുന്നെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ളത്? മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ഏകദേശം നമ്മളെ സപ്പോർട്ടിൽ ബൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അതായത് ഡിസംബർ 2022 ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ സ്റ്റോക്കിന്റെ പ്രൈസ് 155%, 1.5 ഇരട്ടി സ്റ്റോക്കിന്റെ പ്രൈസ് കയറി പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1.5 ഇരട്ടി സ്റ്റോക്കിന്റെ പ്രൈസ് കയറിപ്പോയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 155%. അപ്പൊ സപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു താങ്ങ്. ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാമെന്ന് ബയേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു ലെവലിൽ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാമെന്ന് സെല്ലേഴ്സും എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ബൈയിങ് നടക്കുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. ഏറ്റവും കൂടുതൽ സെല്ലിങ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്. നമ്മൾ ബയ്യർ ആണെങ്കിൽ നമ്മളൊരു ബുള്ളിന്റെ വ്യൂ പോയിന്റിലാണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ ബൈ അടിക്കാവുന്നതാണ്. നമ്മളൊരു സെല്ലർ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം എന്ന് കരുതിക്കൊണ്ട് നമുക്ക് സെല്ലും ചെയ്യാവുന്നതാണ്. അപ്പൊ സപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ സപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. സപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലെവലിൽ ആ സ്റ്റോക്കിന് ഒരു താങ്ങുണ്ട്. ആ ലെവലിലേക്ക് വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവില്ല. നമുക്ക് ഈ ലെവൽ വരുമ്പോൾ മുകളിലേക്ക് കയറി പോകാം എന്ന എക്സ്പെക്ടേഷനിൽ നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ടെന്നല്ല, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ബൈ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ബൈ ചെയ്തതിന്റെ താഴേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മളെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രതിരോധമാണ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഈ ലൈനാണ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് താഴെയാണ് നമ്മൾ വരയ്ക്കുക, റെസിസ്റ്റൻസ് മുകളിലും. ഓക്കെ, അപ്പൊ നമ്മൾ സപ്പോർട്ട് മനസ്സിലാക്കി. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രതിരോധം. അതായത് ഈ ഒരു ലെവലിൽ വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇവിടെ സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. കൂടുതൽ സെല്ലിംഗ് നടക്കുന്നതുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും 1, 2, 3 തവണ, മൂന്നൊന്നല്ല, ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളിലുള്ള ക്യാൻഡിൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2, 3 ഇവിടെ വരുന്നുണ്ട്. ഇവിടെ തന്നെ 1, 2, 3, 4 ദിവസത്തെ ക്യാൻഡിലുകൾ ആ ലെവൽ വരെ വന്നിട്ടുണ്ട്, ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ വരെ വന്നു, ആ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയില്ല, താഴേക്ക് വന്നു, വീണ്ടും ഈ ലൈൻ വരെ വന്നു. പക്ഷെ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവിടേക്ക് വരുമ്പോ ബൈ ചെയ്ത ആള്, നേരത്തെ ബൈ ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. അത് മാക്സിമം സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് കൊണ്ടുപോകും. സെല്ലിംഗ് പ്രഷർ കൊടുത്തുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരും. അങ്ങനെ കൂടുതൽ സെല്ലിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നില്ല. വീണ്ടും ഇവിടെ വരെ വന്നു, എന്ത് ചെയ്തു? സ്റ്റോക്കിന്റെ പ്രൈസ് ആ റെസിസ്റ്റൻസ് തട്ടിക്കൊണ്ട് താഴേക്ക് വന്നു, സപ്പോർട്ട് വരെ വന്നു. പക്ഷെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടില്ല. അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അത് ഒരുപാട് ദിവസങ്ങളല്ല, ഇത് 2022 ജനുവരിയാണ്. ഇവിടെ ഡിസംബർ ആയപ്പോഴാണ് വീണ്ടും ആ മെയ് 2023 മെയ്യിൽ എത്തിയപ്പോ വീണ്ടും ആ ഒരു റെസിസ്റ്റൻസിലേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് വന്നു. വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് വന്നു. ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തു, ചെറുതായി ഒന്ന് മുകളിലേക്ക് കയറി, അത് ഫെയിൽ ആയി വീണ്ടും താഴേക്ക് വന്നു. അതായത് ഇവിടെ മാക്സിമം ബൈയേഴ്സ് ശ്രമിച്ചു, പക്ഷെ വീണ്ടും സെല്ലിങ് നടന്നുകൊണ്ട് തന്നെ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. 2021 ഒക്ടോബർ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ 22 നവംബർ, ഇവിടെ 22 ജനുവരി. അപ്പൊ മേജർ റെസിസ്റ്റൻസ് ആണ്. 2 വർഷം മുമ്പത്തെ വരെ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ 1 വർഷം മുമ്പത്തെ റെസിസ്റ്റൻസ് ആണത്. ആ ഒരു ലെവലിൽ വന്നു, സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രൈസ് പ്രഷർ വന്നു, സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോയില്ല. നിങ്ങൾ ഇവിടെ നോക്കി കാണാൻ സാധിക്കും. ഇവിടെ
മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയി വീണ്ടും താഴേക്ക് വന്നു, ഈ ലെവൽ വരെ താഴേക്ക് വന്നു, വീണ്ടും ഇവിടെ രണ്ട് തവണ റെസിസ്റ്റൻസ് തട്ടിയിട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് രണ്ട് തവണ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വന്നു. അതായത് അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്, സെല്ലേഴ്സ് ആ സ്റ്റോക്കിന്റെ പ്രൈസ് അവിടേക്ക് എത്തുമ്പോൾ സെല്ല് ചെയ്യും. അതായത് ഇവിടെ സപ്പോർട്ടിൽ ബൈ ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കാം, ഇവിടെ സപ്പോർട്ട് ബൈ ചെയ്ത ഒരാള് ഇവിടെ റെസിസ്റ്റൻസ് എത്തുമ്പോൾ വിചാരിക്കുന്നത് സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് തട്ടിക്കൊണ്ട് താഴേക്ക് വരും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സെല്ല് ചെയ്യുന്നു, സെല്ല് ചെയ്ത് ഒഴിവാക്കുന്നു. അങ്ങനെ ആകുമ്പോൾ മാക്സിമം സെല്ലിങ് സംഭവിക്കുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകും. സെല്ലിങ് സംഭവിക്കുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നില്ല. ഓക്കെ, അങ്ങനെ റെസിസ്റ്റൻസ് വരെ വരുമ്പോൾ സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്, സെല്ല് ചെയ്ത് മാക്സിമം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ബയേഴ്സ് എന്താ ചെയ്യുന്നത്, സ്റ്റോക്കിന്റെ പ്രൈസ് ബൈ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ബൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ബയേഴ്സ് ബൈയിങ് ചെയ്യും, സെല്ലേഴ്സ് സെല്ലിങ്ങും ചെയ്യും. ഇവിടെ വീണ്ടും ഫെയിൽ ആയി. പക്ഷെ ഇവിടെ എത്തിയപ്പോ 2023 ജൂൺ 1 എത്തിയപ്പോ സ്റ്റോക്കിന്റെ പ്രൈസ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി. അതായത് ബൈയേഴ്സ് അവിടെ മാക്സിമം ബൈ ചെയ്തു, സെല്ലേഴ്സ് സെല് ചെയ്തു. പക്ഷെ കൂടുതൽ ബൈയിങ് നടന്നുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയി. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അങ്ങനെ നമ്മളൊരു ബയ്യർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ ബൈ കൊടുത്തു. 2023 മെയ്യില് മെയ് 31 ജൂൺ 2-ാം തീയതി സ്റ്റോക്കിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ സ്റ്റോക്ക് നമ്മൾ അന്ന് ബൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 80% അടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അതായത് സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രതിരോധം, റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളൊരു ബയ്യർ ആണെങ്കിൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബൈ ചെയ്യുന്നു. സെല്ലേഴ്സ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസിൽ വരുമ്പോൾ റെസിസ്റ്റൻസിൽ തട്ടിക്കൊണ്ട് താഴേക്ക് വരാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുമെന്ന് എഴുതിക്കൊണ്ട് സ്റ്റോക്കുകൾ മാക്സിമം സെല്ല് ചെയ്യുന്നു. ഇവിടെ കൂടുതൽ ബൈയിങ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചത്, സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് പോവാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ബൈയിങ് നടക്കുമ്പോൾ, കൂടുതൽ ഡിമാൻഡ് സ്റ്റോക്കിൽ വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു താങ്ങാണ്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ, റെസിസ്റ്റൻസ് എന്താ നിങ്ങൾക്ക് ക്ലിയർ ആണോ? സർ ഇത് എങ്ങനെ നല്ല ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരക്കിലൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ ഏത് ഏരിയയിലാണ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണോ അതോ ഈ ലൈൻ എങ്ങനെ വരക്കാന്നുള്ളതാണോ? കറക്റ്റ് സ്പോട്ടിൽ വരച്ചാൽ ചിലപ്പോ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസും എന്ന് പറയുന്ന ലൈനുകൾ എവിടെയും ഫിക്സ് ചെയ്ത ലൈൻ അല്ല, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോ ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റോക്കിന്റെ ചാർട്ട് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഞാൻ മുമ്പ് ട്രേഡ് എടുത്തിട്ടുള്ള ലെവലാണ് ഈ കാണിക്കുന്നത്. ഞാൻ വേറെ സ്റ്റോക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് ഇതില് എന്താ പറയാ, ഒന്നുകൂടി നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് 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 പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ഒന്നുകൂടി കറക്റ്റ് ആയി വരിക. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോ HCL ടെക് നോക്കാം. HCL ടെക് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വേണമെങ്കിൽ നോക്കാം. നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി താഴേക്ക് വന്നു, വീണ്ടും ആ റെസിസ്റ്റൻസ് വന്നു, സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നു. അതിനുശേഷം ഈ ഒരു ലെവൽ എത്തിയപ്പോ 2023 എത്തിയപ്പോ റെസിസ്റ്റൻസ് വരെ സ്റ്റോക്ക് വന്നു, പക്ഷെ മുകളിലേക്ക് പോയില്ല. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി എന്നല്ലാതെ പിന്നീട് താഴത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെക്ടേഷൻ ആണ്, നമ്മൾ വരയ്ക്കുന്നതാണ്. ഇവിടെ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 3, 4, 5 തവണ സപ്പോർട്ട് വന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. സപ്പോർട്ടിൽ നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ബൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മുന്നോട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്താൽ ജസ്റ്റ് സ്റ്റോക്കുകൾ എടുക്കുക, വൺ ഡേയിൽ എടുക്കുക, വൺ ഡേ എടുത്തുകൊണ്ട് നിങ്ങൾ സ്റ്റോക്കുകളിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വരക്കാൻ പഠിക്കുക. ജസ്റ്റ് സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്തുകൊണ്ട് റെസിസ്റ്റൻസും
സപ്പോർട്ടും വരയ്ക്കുക, എനിക്ക് അയച്ചു തരിക. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് വേറെ ചാർട്ട് കൂടി കാണിച്ചു തരാം. ഏഷ്യർ മോട്ടോഴ്സിലാണ് നമുക്ക് പല രീതിയിൽ ഇത് വരയ്ക്കാനാവും. അതിന് ഓരോന്നൊരു പേരുണ്ട്. ഇതൊരു ട്രെൻഡ് ലൈൻ ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു റെസിസ്റ്റൻസും സോറി സപ്പോർട്ടും ഇതൊരു റെസിസ്റ്റൻസും ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തു. ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയതായി കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു തരും, പല രീതിയിലുള്ള ചാർട്ട് പാറ്റേണുകൾ. നമ്മൾ ഇതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ പഠിപ്പിച്ചിട്ട് എനിക്ക് ഇതുപോലെ വരച്ച് അയച്ചു തന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരാൾ അയച്ചു തന്നതാണ് ഈ കാണിക്കുന്ന ബേല്. കഴിഞ്ഞ ദിവസം സ്റ്റോക്കിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഏകദേശം ആ ദിവസം മാത്രം 5.42% സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 23-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം സ്റ്റോക്കിന്റെ പ്രൈസ് 5.42% മുകളിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ പഠിക്കണം. നിങ്ങൾ വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് ടൈം ഫ്രെയിം ഏതാണ് ബെറ്റർ ആയിട്ട് വരാതെ? 5 മിനിറ്റ് ആണോ? ഇപ്പൊ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന്റെ പറയുന്നത്. 1 ഡേ നോക്കിയാൽ മതി. ഇവിടെ 1 ഡേ ഇത് നോക്കണ്ട, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 1 ഡേ കണ്ടല്ലോ, 1 ഡേയിലാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ OFSS എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത് ജനുവരി 5-നായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് ജനുവരി 5-ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സ്റ്റോക്ക് ഓരോ 1.5 മാസം കൊണ്ട് 65% മുകളിലേക്ക് പോയതായി കാണാൻ സാധിക്കും. 65% 1.5 മാസം കൊണ്ടാണ് ഈ സ്റ്റോക്കിന്റെ റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചുകൊണ്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3 ഘടകങ്ങൾ കൂടി പരിഗണിക്കാവുന്നതാണ്. അതിലൊരു ഘടകം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് വോളിയം എന്ന് പറയുന്നത്. വോളിയം ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചിരുന്നല്ലോ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി ആണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്ക് നോക്കുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിക്കുന്നതാണ് വോളിയം. ഈ താഴെ കാണിക്കുന്ന ഗ്രാഫുകൾ ഉണ്ടല്ലോ, ഇതാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോക്ക് OFSS എന്ന സ്റ്റോക്ക്, ഇതിൽ നിങ്ങൾക്ക് വോളിയം കാണാൻ സാധിക്കും, വളരെ കുറവായിരുന്നു. ഇവിടെ വന്നപ്പോൾ വോളിയം നല്ല രീതിയിൽ കൂടിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏത് ഡേ ആണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും. വോളിയം എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി വോളിയം റിമൂവ് ചെയ്തിട്ട് ആദ്യം. ഓക്കെ, വോളിയം പോയല്ലോ. അവിടുന്ന് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടോ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വോളിയം എന്ന് സെർച്ച് ചെയ്യാം. വോളിയം വന്നു, ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വോളിയം ആഡ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ട്രേഡർ ക്വാണ്ടിറ്റിയാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു OFSS എന്ന് പറഞ്ഞ കമ്പനിയുടെ വോളിയം നോക്കാം. ഇവിടെയൊക്കെ വോളിയം വളരെ കുറവായിരുന്നു, വളരെ കുറവാണ് വോളിയം വരുന്നത്. ഇവിടെ ഈ ഒരു ദിവസം, അതായത് ഈ വലിയൊരു വോളിയം കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയ വോളിയം, ഈ വലുതല്ല, ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം 1.317 മില്യൺ കാണിക്കുന്നുണ്ടല്ലോ. ആ വോളിയം കാണിക്കുന്ന ദിവസം നമുക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കും. ആ ദിവസമാണ് സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുള്ളത്. അതായത് നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും വരച്ചതിന് ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ആ ദിവസം, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ വോളിയം കൂടി നമ്മൾ പരിഗണിക്കണം. അത്യാവശ്യം വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി. അതായത് അത്യാവശ്യം ബൈയിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല വോളിയം വരുന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകൾ അവിടെ ബൈയിങ് ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ബൈ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ബൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എൻട്രി അടിക്കാം എന്നാണ് ഇതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതും 100% കറക്റ്റ് ആവണമെന്നില്ല. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 100% പ്രോഫിറ്റ് ആവണമെന്നില്ല. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും സ്റ്റോക്കിന്റെ പ്രൈസ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയാലും അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ആയതിനു ശേഷം താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. 100% നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ബ്രോ മനസ്സിലായോ?
ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ വോളിയം കൂടിയും പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴൊക്കെ വോളിയം അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? വോളിയം എന്താന്ന് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നു. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? റെസിസ്റ്റൻസും സപ്പോർട്ടും എന്താന്ന് പറഞ്ഞു. നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് പോകുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നായിരിക്കും. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ജസ്റ്റ് റെസിസ്റ്റൻസും സപ്പോർട്ടും വരയ്ക്കാൻ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് വരയ്ക്കുക, റെസിസ്റ്റൻസ് വരയ്ക്കുക. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്കുകൾ എടുക്കുക, 1 ഡേ ടൈം ഫ്രെയിമിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചുകൊണ്ട് എനിക്ക് അയച്ചു തരാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അയച്ചു തന്നതിന് ശേഷം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരും നിങ്ങൾ വരയ്ക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾ 5 മിനിറ്റിൽ വരക്കണ്ട. ഇപ്പൊ നിങ്ങൾ 1 ഡേ ടൈം ഫ്രെയിം എടുക്കുക. 1 ഡേയിൽ നോക്കിയിട്ട് അയച്ചു തന്നാൽ മതി. 1 ഡേയിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ടോ, റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ. അപ്പൊ എനിക്ക് ഇന്ന് അധികം ടോപ്പിക്കുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. ഈ ടോപ്പിക്കുകൾ എടുത്താലും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എനിക്ക് അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. സപ്പോർട്ടും റെസിസ്റ്റൻസ് നോക്കിക്കൊണ്ട് എനിക്ക് സ്റ്റോക്കുകൾ അയച്ചു തരിക. നിങ്ങൾ ഇതുപോലെ വരച്ചുകൊണ്ട് എനിക്ക് അയച്ചു തരാം. ഇന്ന് അടുത്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. നിങ്ങളുടെ ക്യാൻഡിലുകളിലോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഒരു സംശയമില്ല. എല്ലാം ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ജസ്റ്റ് ലൈക്ക് അടിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം ചെയ്താൽ മതി. എനിക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചുകൊണ്ട് എനിക്ക് അയച്ചു തന്നോളൂ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. എനിക്ക് ഇന്ന് എക്സ്ട്രാ ടോപ്പിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ ഇത് വരച്ച് തന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ ട്രേഡുകൾ എടുക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി. നമുക്ക് സമയമുണ്ട്. നമുക്ക് എല്ലാം പഠിച്ചെടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇവിടെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.